ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറാനും അമേരിക്കയും പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനകൾ പുറത്തുവരുന്നു. ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിച്ചു തുടങ്ങിയ അമേരിക്ക ഇപ്പോൾ പ്രകോപനമില്ലാതെയും ഇറാന്റെ ആക്രമണം നേരിടുന്നു. അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ മാത്രം പ്രതികരിച്ചിരുന്ന ഇറാൻ ആക്രമണത്തിലേക്ക് തിരിഞ്ഞത് അമേരിക്കയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചിറങ്ങിയ സ്ഥിതിക്ക് യുദ്ധം രൂക്ഷമാകുമെന്ന പ്രതീതി തന്നെയാണ് ഉള്ളത്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് വീണ്ടും യുദ്ധം തുടങ്ങുന്നത്. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് മിസൈലുകൾ അയച്ചാണ് ഇറാൻ അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. 13 ദിവസം നീണ്ട രണ്ടാം ഘട്ട യുദ്ധത്തിൽ ജോർദാനിലെ മുവാഫാഖ് സാൾട്ടി എയർബേസിൽ ഇറാന്റെ മിസൈൽ പ്രതിരോധിക്കുന്നതിനിടെ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 19ഉം 25ഉം വയസ്സുള്ള സൈനികരാണ് മരിച്ചത്. അത് അമേരിക്കയിൽ വലിയ മുറിവായി തുടരുമ്പോഴാണ് വീണ്ടും ജോർദാനിലെ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കാൻ ഇറാൻ ശ്രമിച്ചത്. ഇതിൽ പ്രകോപിതനായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇറാന് താങ്ങാനാവാത്ത തിരിച്ചടി നൽകുമെന്നും തവിട് പൊടിയാക്കുമെന്നുമാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്ക. 2 മണിക്കൂറോളം ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം അവകാശപ്പെടുന്നു. ജോർദാനിലേക്ക് മിസൈലുകൾ അയച്ച IRGCയുടെ നിരവധി കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടത് എന്ന് സെൻകോം പറയുന്നു. ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ IRGC 5 ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു. 5 ഡ്രോണുകളെയും വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ജോർദാനിലെ സെൻകോം ആസ്ഥാനവും മുവാഫാഖ് സാൽത്തി വ്യോമതാവളവും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് IRGC തന്നെ വെളിപ്പെടുത്തിയതാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഇറാഖിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ USഉം സൗദി അറേബ്യയും ആക്രമണം നടത്തി. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ലോകത്തിന്റെ ക്യാൻസർ ആണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനിടയിലും സമാധാന ശ്രമങ്ങൾ തുടരുകയാണ് ഖത്തറും പാകിസ്ഥാനും. ഗൾഫ് രാജ്യങ്ങളും സമാധാന ശ്രമങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നത്. പ്രാദേശിക സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ആക്രമണങ്ങൾക്ക് മുൻപ് ഭീഷണി മുഴക്കുന്നത് ട്രംപിന്റെ പതിവാണ്. ഇത്തവണ അസഭ്യവാക്കുകളും ചേർത്താണ് ഇറാനെ തവിട് പൊടിയാക്കുമെന്ന് പറഞ്ഞത്. ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ USുമായി ഇനി ചർച്ചയില്ല എന്നും വ്യക്തമാക്കി. ചർച്ചകൾ പരാജയപ്പെട്ടാൽ കടുത്ത സൈനിക നടപടികളിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്നും ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 40 ദിവസത്തോളം നീണ്ട യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ നിലവിൽ വന്നു. അതിനുശേഷം ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോൾ മുതൽ സംഘർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇറാൻ അമേരിക്ക പ്രതിനിധികൾ പരോക്ഷ ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. 13 ദിവസത്തെ പരസ്പര ആക്രമണത്തിനിടയിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന വികാരം തന്നെയാണ് ഇരുവശത്തും ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാൻ പ്രകോപനമില്ലാതെ ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രത്തെ ആക്രമിച്ചപ്പോൾ അത് ചർച്ചകൾക്ക് പ്രസക്തി ഇല്ല എന്ന സന്ദേശമാണ് നൽകിയത്. പിന്നാലെ ഇനി ചർച്ചയ്ക്കില്ല എന്ന ഇറാന്റെ പ്രസ്താവനയും എത്തി. ഇറാൻ ആക്രമണം നടത്തിയ സമയവും പ്രധാനമാണ്. വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആക്രമണങ്ങൾ വീണ്ടും ശക്തമായത്. ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിച്ചു തുടങ്ങിയത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടായിരുന്നു. പിന്നീട് അമേരിക്ക വെടിനിർത്തലിലേക്ക് പോയി. പക്ഷേ ഇസ്രായേലിന് യുദ്ധം തുടരാനായിരുന്നു താൽപ്പര്യം. അത് അവഗണിച്ചാണ് അമേരിക്ക ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടത്. നെതന്യാഹു വീണ്ടും ട്രംപിനെ കാണുന്നത് യുദ്ധം പുനരാരംഭിക്കാനാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. മുൻ അനുഭവം അതായിരുന്നു. അമേരിക്കയുമായി 2 തവണ ചർച്ചകൾ നടത്തി. കരാറിലേക്ക് ഏറെക്കുറെ അടുത്തപ്പോഴാണ് ഇറാന് നേരെ ആക്രമണമുണ്ടായത്. അന്നും നെതന്യാഹു ട്രംപിനെ കണ്ടിരുന്നു. ഇത്തവണ യുദ്ധം തുടരുമെന്ന സന്ദേശം ആദ്യമേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകുകയാണ് ഇറാൻ. അതിനാണ് നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്ന സമയം തന്നെ ഇറാൻ അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിക്കുമ്പോൾ ഇറാനിയൻ ജനത ഇറാൻ ഭരണകൂടത്തിനെതിരായിരുന്നു. വിലക്കയറ്റവും ഉപരോധം മൂലമുള്ള വിഷമതകളും ചൂണ്ടിക്കാട്ടി മതനേതൃത്വത്തിനെതിരെ ജനം തെരുവിലിറങ്ങിയിരുന്നു. ഭരണകൂടം അവരെ അടിച്ചൊതുക്കി. 15,000 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ ബോംബാക്രമണത്തിൽ വധിച്ചു അമേരിക്കയും ഇസ്രായേലും ചേർന്ന്. അതോടെ ജനങ്ങൾ അമേരിക്കയ്ക്കെതിരായി. ശത്രുക്കൾക്ക് തക്കതായ മറുപടി നൽകണമെന്ന് ജനങ്ങൾ പറഞ്ഞു. കൊല്ലപ്പെട്ട് 3 മാസം കഴിഞ്ഞാണ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം നടത്താൻ പോലും കഴിഞ്ഞത്. 5 ദിവസത്തോളം നീണ്ട സംസ്കാര ചടങ്ങുകൾക്കിടെ ജനങ്ങളുടെ വികാരം അണപൊട്ടി. ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കണമെന്ന മുറവിളികൾ ഉയർന്നു. അതോടെ ഇറാനിയൻ ജനത ഇറാൻ ഭരണകൂടത്തിനൊപ്പമുണ്ടെന്ന് തെളിഞ്ഞു.
പ്രതികാരമെന്നത് രാജ്യത്തിന്റെ വികാരവും ആവശ്യവുമാണ് എന്ന് ആയത്തുള്ള അലി ഖമനിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പ്രസ്താവിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഹോർമൂസിലെ കപ്പൽ നീക്കങ്ങളിൽ നടപടികൾ ഇറാൻ കർശനമാക്കുകയും അനുസരിക്കാത്ത കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്തു. അതാണ് 13 ദിവസത്തെ യുദ്ധത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത്. പ്രകോപനമില്ലാതെ ആക്രമിക്കാൻ ഇറാന് ശക്തി നൽകുന്നതും മുജ്തബ ഖമനിയുടെ പ്രതികാരത്തിനുള്ള ആഹ്വാനവും ഇറാനിയൻ ജനതയുടെ പിന്തുണയുമാണ്. അനുമതിയില്ലാതെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പൽ കഴിഞ്ഞ ദിവസം ആക്രമിച്ചുവെന്നും 3 എണ്ണം തടഞ്ഞുവെന്നും IRGC അറിയിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ച് ഹോർമൂസിലെ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ആക്രമിച്ചത് എന്നും IRGC ചൂണ്ടിക്കാട്ടുന്നു. ചൊവ്വാഴ്ച യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോയ ഒരു എണ്ണക്കപ്പൽ ആക്രമിച്ചതാണ്. ചെങ്കടലിലെ ബാബിൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ സൗദിക്ക് നാവിക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.